ഹലോ മീഡിയസ്, എല്ലാവർക്കും കുട്ടിപ്പൂരാട ദിവസ ആശംസകൾ. ഇത് ഇന്നലത്തെ വീഡിയോ ആണ് കേട്ടോ. പൂവൊക്കെ ഭയങ്കര സിമ്പിളായിട്ടാണ് ഇട്ടിരിക്കുന്നത്. മഴയും ഉണ്ട്, പിന്നെ ഇന്നൊരു മൂടില്ലാത്തൊരു ദിവസമാണ്. കാലത്തെ തന്നെ ദേ സാമ്പാറും കോവയ്ക്ക വറുത്തതും ചോറൊക്കെ ആയിട്ടുണ്ട്. ഞാൻ ഇഡലിയും ചമ്മന്തിയൊക്കെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ ഞാൻ ഇന്നലെ രാത്രി ഉണ്ടാക്കിയ ചപ്പാത്തിയും നമ്മുടെ കിഴങ്ങ് കറിയും കൂടിയിട്ടാണ് കഴിച്ചത്. ചിക്കൻ 65ഉം ഇന്നലത്തെ തന്നെയാണ് കേട്ടോ. അപ്പോൾ അതൊക്കെ കൂട്ടിയിട്ടാണ് ഞാൻ ഇന്ന് കാലത്ത് കഴിച്ചത്. അങ്ങനെ അതിന് മീതെ ചൂടുവെള്ളം കുടിച്ചിട്ടുണ്ടായിരുന്നു. എന്ന് ഞാൻ ഭയങ്കര എക്സ്പെക്റ്റ് ചെയ്തിട്ടുള്ള ഒരു ദിവസം തന്നെയായിരുന്നു കുട്ടിപ്പൂരാടൻ ദിവസം. കാരണം ഞാൻ മുന്നേ തന്നെ ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേപോലത്തെ പട്ട് പാവാടയൊക്കെ ഫസ്റ്റ് ടൈമായിട്ട് തെക്കുകയാണ്. ഞങ്ങൾക്ക് രണ്ടുപേർക്കും ഒരേപോലെ തെച്ചിട്ട് അത് കുട്ടിപ്പൂരാടൻ ദിവസം ഇടാമെന്നൊക്കെ വെച്ചിട്ടിരിക്കുകയായിരുന്നു. അപ്പോഴത്തേക്കാണ് മോൾക്ക് 2 ദിവസമായിട്ട് പനിച്ചു കൂടിയിട്ട്. അപ്പോൾ കയ്യിൽ എപ്പോഴും എല്ലാത്തിൻ്റെ മെഡിസിൻസും സ്റ്റോക്ക് ഉണ്ടാവും. അപ്പോൾ അതൊക്കെ കൊടുത്തു. ഒരുപാട് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ പോലെയല്ല, നമ്മുടെ അടുത്തായിട്ടൊക്കെ കാണിച്ചിട്ടുള്ള മരുന്ന് എപ്പോഴും സ്റ്റോക്ക് ചെയ്തിട്ടുണ്ടാവും. അതൊക്കെ കൊടുത്തു നോക്കിയിട്ടും മാറുന്നില്ല. അപ്പോൾ നല്ല ദിവസമൊക്കെ ആയിട്ട് ചുരുണ്ട് കൂടി കിടക്കുന്നത് കാണുമ്പോൾ ഭയങ്കര സങ്കടമല്ലേ. നമുക്കപ്പോൾ ഡോക്ടറെ കാണിച്ചു. പിന്നെ അതേ പൂവൊക്കെ വാങ്ങാൻ വന്നിട്ട് ടൗണിലേക്ക്. അങ്ങനെ മോൾക്ക് കുറച്ച് ഫ്രൂട്ട്സൊക്കെ വാങ്ങി. കാരണം ഫുഡ് കഴിച്ചിട്ടില്ലെങ്കിൽ ഫ്രൂട്ട്സെങ്കിലും കഴിച്ചോട്ടെ എന്ന് വെച്ചിട്ട് അങ്ങനെ ഫ്രൂട്ട്സൊക്കെ വാങ്ങി റിട്ടേൺ വീട്ടിലേക്ക് ഓട്ടോയിലാണ് കേട്ടോ വന്ന്. പോകുന്ന സമയത്ത് അനിയനാണ് ഹോസ്പിറ്റലിലേക്ക് കൊണ്ടുവിട്ടത്. ടോക്കൺ നമ്പർ കുറച്ച് ലോങ് ആയതുകൊണ്ട് ഞാൻ അവനോട് പൊക്കോളാൻ പറഞ്ഞു. പിന്നെ മഴയൊക്കെ ഉണ്ട്. അപ്പോൾ എന്തായാലും റിട്ടേൺ പോകുന്ന സമയത്ത് ഓട്ടോയിൽ തന്നെ പോകണമെന്ന് വെച്ചാൽ അവന് വീടെത്തിയതും ഞാൻ ആ പട്ടുപ്പാവാട അങ്ങ് ഇട്ട് കൊടുത്തു. എനിക്കൊരു സമാധാനം ഇല്ല. അങ്ങനെ അവളെ കൊണ്ട് ഇടിയിപ്പിച്ച് കുറച്ച് വീഡിയോസൊക്കെ എടുത്തു. ഞാനിട്ടില്ലെങ്കിലും പോട്ടെ, അവളെങ്കിലും ഇട്ട് കാണട്ടെ എന്ന് വെച്ചിട്ട്. കാലത്ത് ഫുഡ് അതേ ഒരാളെപ്പോഴാണ് ഇരുന്ന് കഴിക്കുന്നത്. അപ്പോഴത്തേക്കും വന്ന് മരുന്നൊക്കെ കൊടുത്തത് മോളങ്ങ് ഉറക്കമായിട്ടോ. എനിക്ക് കണ്ടപ്പോൾ ഭയങ്കര സങ്കടം. അവൾക്ക് പായസം ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഞാൻ പായസമൊക്കെ ഉണ്ടാക്കി. അതിനിടയ്ക്ക് ഞാൻ വേഗം ഫുഡൊക്കെ കഴിച്ചു കേട്ടോ. അങ്ങനെ നമ്മുടെ അച്ചാറും കോവയ്ക്ക ഫ്രൈയും സാമ്പാറൊക്കെ കൂട്ടി അങ്ങ് കഴിച്ചു. പായസമായതും ഞാനും അച്ഛനും അനിയനൊക്കെ കൂടിയിട്ട് കഴിച്ചിട്ടുണ്ടായിരുന്നു. ദേ പിന്നെയും മഴ പെയ്തുകൊണ്ടേ ഇരിക്കുകയാണ് കേട്ടോ. മഴ പെയ്യുമ്പോൾ തന്നെ നമുക്കൊരു ഉഷാറും ഉണ്ടാവില്ല. എവിടേക്കും പോകണമെന്ന് വെച്ചിട്ടൊന്നുമല്ല, എങ്കിലും മഴ പെയ്യുമ്പോൾ എന്തോ ഒരു അസ്വസ്ഥത പോലെയൊക്കെയാണ്. പക്ഷെ തണുപ്പൊക്കെ ആലോചിക്കുമ്പോൾ മഴ പെയ്യണമെന്നുണ്ട് കേട്ടോ. അങ്ങനെ മോൾ എഴുന്നേറ്റു. അപ്പോൾ അവൾക്ക് ഡ്രസ്സൊക്കെ ചേഞ്ച് ചെയ്ത് കൊടുത്തിട്ട് ചോറൊക്കെ കൊടുത്തു. വീണ്ടും അവൾ ഉറങ്ങുകയാണ് കേട്ടോ. എനിക്കിങ്ങനെ വെറുതെ കിടന്നുറങ്ങുമ്പോൾ എന്തോ പോലെ, കാരണം ഇതിലും ഓടിച്ചാടിയിട്ടൊക്കെ കളിച്ചിട്ട് ഇപ്പോൾ ഇറങ്ങുമ്പോൾ എന്തോ പോലെ. അങ്ങനെ വേഗം ചായയൊക്കെ വെച്ചു. ഇതേ എണ്ണക്കടിയൊക്കെ അനിയും വാങ്ങിയിട്ട് വന്നിട്ടുണ്ടായിരുന്നു. അതൊക്കെ കഴിച്ച് മോൾക്ക് എടുത്ത് വെച്ചിട്ടുണ്ട്. പിന്നെ ഈവനിങ് ആയപ്പോൾ ഇതേ സീരിയലൊക്കെ കാണുന്ന സമയത്ത് നാളത്തേക്കുള്ള പൂവൊക്കെ ഇവിടെ റെഡിയാക്കി എല്ലാം സെപ്പറേറ്റ് ആക്കി വെക്കുന്നുണ്ട്. അപ്പോൾ ഇന്നത്തെ കൊച്ചു വീഡിയോ ഇത്രയുള്ളൂ. മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം. ടാറ്റാ ബൈ, സീ യു.